ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് കടന്നാലോ. ഇന്നലെ നമ്മൾ വിശേഷം ഇട്ടിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതാണ് കേട്ടോ നമ്മൾ വിശേഷം ഇടാതെ ഇരുന്നത്. പിന്നെ നമ്മൾ ഇന്ന് മുതൽ വേദയുടെയും വിക്രമിന്റെയും ഫുൾ വിശേഷം ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇനി മുതൽ അങ്ങോട്ട് എന്ന് രാവിലെ വേദയുടെയും വിക്രമിന്റെയും ഫുൾ വിശേഷം നമ്മൾ ഈ ചാനലിലായിരിക്കും അപ്ലോഡ് ചെയ്യുക. അപ്പം നേരെ നമുക്ക് നയനിയുടെയും ആദർശിന്റെയും അപ്കമിങ് വിശേഷത്തിലേക്ക് കടക്കാം. അങ്ങനെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ അനാമികയുടെ അഹങ്കാരം ഇങ്ങനെ മൂത്തൊക്കെ നിൽക്കുകയാണല്ലോ. അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. കള്ളത്തരങ്ങളൊക്കെ എല്ലാവരും കണ്ടു പിടിച്ചിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ അനാമികയുടെ കുടുംബത്തിന് ഒരു സാമ്പത്തികവും ഇല്ല, മൊത്തം തകർന്നു നിൽക്കുകയാണ് എന്നൊക്കെ അനന്തപുരി തറവാട്ടിലെ ഏകദേശം കുറെ പേർക്കൊക്കെ മനസ്സിലായി കഴിഞ്ഞു. എങ്കിലും ആ ഒരു ഗർഭത്തിന്റെ പേരിൽ നമ്മുടെ അനാമിക അവിടെ കടിച്ചു തൂങ്ങി പിടിച്ച് കിടക്കുകയാണ്. ഗർഭിണിയാണല്ലോ എന്നൊരു പരിഗണനയും അത് മാത്രമാണ് നമ്മുടെ അനാമികയ്ക്കുള്ളത്. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഇനിയിപ്പൊ കാണാൻ പോകുന്ന വിശേഷം എന്ന് പറഞ്ഞാല്, ഇനിയിപ്പൊ ഞാൻ പറയാൻ പോകുന്ന വിശേഷം എന്ന് പറഞ്ഞാല്, നമ്മുടെ അനാമിക ഈ പൈസ മോഷ്ടിക്കലും സ്വർണം മോഷ്ടിക്കലും ഒക്കെ അല്ലേ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇത്രയും നാളും. ഇനിയിപ്പൊ നമ്മുടെ അനാമിക വേറൊരു മോഷ്ടിക്കലും കൂടെ തുടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ നയന വരച്ചു വെച്ചിരിക്കുന്ന ഡിസൈനുകൾ, അങ്ങനെ നയന വരച്ചു വെച്ചിരിക്കുന്ന ഡിസൈൻ മോഷ്ടിക്കലാണ് ഇനി നമ്മുടെ അനാമികയുടെ പ്രധാന ഹോബി എന്ന് പറയുന്നത്. കാരണം ഈ ഒരു ഹോബി നമ്മുടെ അനാമിക തെരഞ്ഞെടുക്കുന്ന വേറെ ഒന്നിനുമല്ല, നയനയ്ക്ക് അവിടെ എല്ലാവരും ഒരു പ്രത്യേകിച്ചൊരു സ്ഥാനം കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മുടെ നയനയാണെങ്കിൽ ഇങ്ങനെ ഡിസൈൻ ഒക്കെ വരയ്ക്കണുണ്ടല്ലോ, അങ്ങനെ ജൂവലറിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കണുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് നയനയോട് അവിടെ ഉള്ളവർക്ക് സ്നേഹം കൂടുതൽ വരുന്നത്. അപ്പൊ ഞാനും നന്നായിട്ട് വരയ്ക്കും, ഞാനും ഡിസൈൻ ഒക്കെ ചെയ്തു കൊടുക്കും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും പൈസ കിട്ടൂലോ. അപ്പം നമ്മുടെ നയനയ്ക്കാണെങ്കിൽ കോടികള് സമ്മാനമായിട്ടും അതുപോലെ കാറും ലക്ഷക്കണക്കിന് പൈസയൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഓരോ ഡിസൈൻ ചെയ്തു കൊടുക്കുന്ന അനുസരിച്ച് നമ്മുടെ നയനയ്ക്ക് അവിടെ നിന്ന് പൈസയൊക്കെ കൊടുക്കുന്നുണ്ട്. പൈസ ആയിട്ട് മേടിക്കുന്നില്ലെങ്കിലും അത് നമ്മുടെ നയനയുടെ പേരിൽ ഇങ്ങനെ ബാഗിൽ ഡെപ്പോസിറ്റ് ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ നയനയ്ക്ക് വേണ്ടെന്ന് പറഞ്ഞാലും അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാം കൂട്ടി വെച്ചിപ്പം നമ്മുടെ അനാമികയെക്കാളും അതുപോലെ തന്നെ അനന്തപുരിക്കാരുടെ ഒപ്പത്തിനൊപ്പം നിൽക്കാറായി നമ്മുടെ നയന. അത്രയ്ക്കും നയനയ്ക്ക് സാമ്പത്തികമായിട്ട് വളർച്ചയൊക്കെ വന്നു. അപ്പൊ ഈ ഒരു കഴിവ് നമ്മുടെ നയനയ്ക്ക് ഉള്ളത് കൊണ്ടാണെന്ന് അനാമികയ്ക്ക് അറിയാം. ഇപ്പൊ താൻ അവിടെ പഠിച്ച പണി 18 നോക്കിയിട്ടും ആരുടെയും സ്നേഹമൊന്നും തനിക്ക് കിട്ടുന്നില്ല. എങ്കിൽ പിന്നെ ഇനിയിപ്പോ സ്വർണമോ പണമോ അല്ലെങ്കിൽ വേറെ എന്തും മോഷ്ടിക്കാനും പറ്റത്തില്ല. കാരണം നമ്മുടെ അനാമിക 2-3 പ്രാവശ്യം മോഷണ ശ്രമം നടത്തുകയും അത് പാളിപ്പോവുകയും അത് അവിടെയുള്ള കുറച്ചു പേർക്കൊക്കെ നമ്മുടെ നയനയ്ക്കും നവ്യയ്ക്കും അതുപോലെ മൂർത്തി മുത്തച്ഛനൊക്കെ അറിയാം. പിന്നെ ഗർഭിണിയാണെന്ന് ഉള്ള പേരില് അനിയുമായിട്ട് വഴക്കുണ്ടാക്കണ്ടല്ലോ, അനിയുടെയും അനാമികയുടെയും ജീവിതം തകരണ്ടല്ലോ എന്നോർത്ത് മാത്രം എല്ലാവരും ക്ഷമിച്ചും സഹിച്ചും ഒക്കെ പോവുകയാണ്. ദേവയാനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. ഇതിനിടയിൽ ദേവയാനിയും നയനിയും ഒന്നിക്കുകയും അവർ തമ്മിൽ സ്നേഹിക്കുകയൊക്കെ തുടങ്ങിയിട്ട് അവർ തമ്മിൽ മരുമകൾ അമ്മായിയമ്മ ബന്ധം തന്നെ ആയി തുടങ്ങി. അതായത് സ്നേഹിക്കാൻ തുടങ്ങി. മരുമകളായിട്ട് അംഗീകരിക്കില്ലെന്നായിരുന്നല്ലോ ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അതൊക്കെ കഴിഞ്ഞുള്ള ഭാഗം കേട്ടോ ഞാൻ പറയുന്നത്. അപ്പൊ അതിന്റെ കൂടെ ഞാൻ പറയാം, ആദ്യമായിട്ട് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നയനയും ദേവയാനിയും കൂടെ തമ്മിലുള്ള സ്നേഹം ബാക്കിയുള്ള ആർക്കും അറിയത്തില്ല കേട്ടോ. ഇവരിപ്പോഴും ദേഷ്യത്തിലാണ്. നമ്മുടെ നയനയെ ദേവയാനി സ്നേഹിക്കുന്നില്ല എന്നുള്ള തരത്തിലാണ് അവിടെ കുറച്ചു പേർക്കൊക്കെ അറിയാവുന്നത്. കുറച്ചു പേർക്കെന്ന് പറഞ്ഞാൽ വേറെ ആർക്കും അല്ല, നമ്മുടെ ജാനകി, ജലജ, അനാമിക, രേവതി വേണോന്നൊന്നും അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ അനാമിക കുറച്ചും കൂടെ അങ്ങോട്ട് എന്താ പറയാ സൂക്ഷിക്കേണ്ട കാര്യമില്ല. കാരണം ദേവയാനി എപ്പോഴും സപ്പോർട്ട് ഉണ്ടല്ലോ. അപ്പൊ അതാണ് പുള്ളിക്കാരുടെ വിചാരം. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ ഞാൻ പറഞ്ഞ കഥയാണ് കേട്ടോ. അപ്പൊ ഏതായാലും ഇങ്ങനെ ഇനിയിപ്പോ ഡിസൈൻ മോഷണം, അപ്പൊ ഡിസൈൻ എങ്ങനെയെങ്കിലും നമ്മുടെ അനാമികയ്ക്ക് കൈപ്പറ്റണം. അപ്പൊ ഡിസൈൻ കൈപ്പറ്റുകയാണെങ്കിൽ, ഡിസൈന് അടിച്ചു മാറ്റുകയാണെങ്കിൽ താൻ വരച്ച ഡിസൈൻ ആണല്ലോ എന്ന് പറഞ്ഞ് ഇതങ്ങോട്ട് കൊടുക്കുകയും അതനുസരിച്ച് ഇങ്ങോട്ട് പണം കിട്ടുകയും താൻ നയനയോടൊപ്പം തന്നെ വളരുകയും ചെയ്യുന്നറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ വേണുവും രേവതിയും കൂടെ ആണ് കേട്ടോ ഈ ഐഡിയ ഒക്കെ മകൾക്ക് പറഞ്ഞു കൊടുക്കണത്. അപ്പം എന്ത് ചെയ്തു, നമ്മുടെ അനാമിക രാത്രി നേരെ നയനയുടെ ഒക്കെ റൂമിലേക്ക് കയറി പറ്റുകയാണ്. അപ്പൊ അവിടെ ചെന്നിട്ട് ഡിസൈൻ മോഷ്ടിക്കണം. അപ്പൊ നമ്മുടെ നയന വെറുതെ ഇരിക്കുമ്പോഴേക്കും ഒരുപാട് ഡിസൈൻ ഒക്കെ ചെയ്തു വെക്കും. ഇപ്പൊ ഒന്നാമത് നമ്മുടെ അനന്തപുരി തറവാട്ടില് വേലക്കാരി വന്നു. മീനാക്ഷി വീണ്ടും അവിടെ ജോയിൻ ചെയ്തു കേട്ടോ. കാരണം നയനെ കൊണ്ട് അവരാരും ജോലി ചെയ്യിപ്പിക്കുന്നില്ല.
നയന ഇപ്പൊ ഓഫീസിൽ പോവുകയും അതുപോലെ ഡിസൈനിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് അവിടെയുള്ളവർ നയനയെ കൊണ്ടല്ല ഇപ്പൊ ജോലി ചെയ്യിപ്പിക്കുന്നത്. മീനാക്ഷി വന്നു, മീനാക്ഷിയാണ് ജോലി ചെയ്യുന്നത്. പ്രത്യേകിച്ച് കരളൊക്കെ കൊടുത്തേക്കാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒത്തിരി എഫക്റ്റ് ആയിട്ടുള്ള പണിയൊന്നും എടുക്കണ്ട എന്ന് പറഞ്ഞാണ് നമ്മുടെ നയനയെ അങ്ങനെ ജോലിക്കായിട്ട് ഓഫീസിലേക്ക് വിടുകയും അനന്തമൂർത്തി ജ്വല്ലറിയിലെ ഒരു അധികാരം ഡിസൈൻ ചെയ്യാൻ ഉള്ള ആ ഒരു പവർ കൊടുക്കുകയും ഒക്കെ ചെയ്തേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വീട്ടിൽ വെച്ച് കുറെ ഡിസൈൻസ് ഒക്കെ വരയ്ക്കും, ട്രയൽ ചെയ്ത് നോക്കും. അങ്ങനെയൊക്കെ കുറെ ഡിസൈൻസ് ഒക്കെ വരച്ച ഫയല് നമ്മുടെ അനാമിക മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ അനാമിക ഫയല് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു. എന്നിട്ട് ഈ ഡിസൈൻസ് ഒക്കെ നോക്കുകയാണ്. എന്നിട്ട് ഈ ഡിസൈൻസ് ഒക്കെ നോക്കിയിട്ട് വേറൊരാളെ കൊണ്ട് ഈ ഒരു ഡിസൈൻസ് എല്ലാം വരപ്പിക്കുകയാണ്. വരയ്ക്കാൻ അറിയാവുന്ന ഒരാളെ കൊണ്ട് ഈ ഡിസൈൻസ് എല്ലാം വരപ്പിക്കുന്നു. അപ്പൊ ഈ ഡിസൈൻസിന്റെ അതേ രൂപമല്ല, കുറച്ച് വ്യത്യസ്തപ്പെട്ടാണ് വരയ്ക്കുന്നത്. എങ്കിൽ പോലും 1-2 കല്ലുകളൊക്കെ വെക്കുന്ന ആ ഒരു രീതിയും ആ ഒരു ഡിസൈൻ മാത്രമേ മാറ്റം വരുത്തുന്നുള്ളൂ. അപ്പം അല്ലാതെ നമ്മുടെ അനാമിക അതേപടിയുള്ളത് പകർത്തി വരപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം വേറൊരു നല്ലൊരു വരയ്ക്കാൻ അറിയാവുന്ന ആളെ കൊണ്ട് നമ്മുടെ അനാമികയ്ക്ക് ഇതും ഒന്നും അറിയില്ല. അപ്പൊ അങ്ങനെ വരപ്പിച്ചിട്ട് വേണു വിളിച്ചു, മോളെ പെട്ടെന്ന് വന്നോ, എല്ലാം റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ അനാമിക നേരെ ചെല്ലുകയാണ്. വേണുവിന്റെ രേവതിയുടെ അടുത്തേക്ക് ചെന്നു. ഡിസൈൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അതിമനോഹരമായ ഡിസൈൻസ് എല്ലാം നല്ല പൊള നല്ല നെക്ലേസ് ഒക്കെ ആയിട്ട് കഴുത്തി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി ലൈറ്റ് വെയിറ്റ് ഒക്കെ ആയിട്ട് നിർമ്മിക്കാൻ പറ്റുന്ന, പണിയിപ്പിക്കാൻ പറ്റുന്ന ആ തരത്തിലുള്ള ഡിസൈൻസ്. ഇത് കണ്ടിട്ട് അനാമികയ്ക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ അതിനു മുമ്പായിട്ട് തന്നെ അനാമിക അവിടെ വരയുടെ കാര്യങ്ങളൊക്കെ കുറച്ച് സംസാരിക്കാൻ തുടങ്ങി. എനിക്ക് വരയ്ക്കാൻ അറിയാം, പിന്നെ ഞാൻ മാറ്റി വെച്ചിരിക്കുന്നതാണ് എന്റെ കഴിവ് വെളിയിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നയനയൊന്നും എന്റെ പരിസരത്ത് പോലും നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കാൻ തുടങ്ങിയായിരുന്നു. കാരണം ഇങ്ങനെ പറഞ്ഞാലാണല്ലോ നമ്മുടെ അനാമികയോട് വരയ്ക്കാൻ ആവശ്യപ്പെടുകയുള്ളൂ. അപ്പൊ ഈ ഒരു ഡിസൈൻസ് എടുത്ത് കാണിക്കുകയും ചെയ്യാം. അങ്ങനെ രാത്രി നമ്മുടെ അനാമിക ഇരുന്ന് വരയ്ക്കുന്നത് പോലെയൊക്കെ ഇരുന്ന് ഇങ്ങനെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുകയാണ്. ആ ഒരു ഡിസൈൻ അതിന്റെ അടിയിൽ വെച്ചിട്ടാണ് കേട്ടോ, ഒരു പേപ്പറിന്റെ അടിയിൽ വെച്ചിട്ട് വെറുതെ ഇങ്ങനെ വരയ്ക്കുന്ന പോലെ കാണിക്കുന്നു. അപ്പൊ പെട്ടെന്ന് ആ വഴി നമ്മുടെ ആദർശ് വരികയാണ്. അപ്പൊ ആദർശ് വന്നു കഴിഞ്ഞപ്പോ അനാമിക ഇതെന്താ ഈ കാണിക്കുന്നത്, ഇതുവരെ ഉറങ്ങാറായില്ലേ എന്ന് ചോദിക്കുമ്പം, ഓ നിങ്ങളെ ഭാര്യയ്ക്ക് മാത്രമല്ലേ ഡിസൈൻസ് ഒക്കെ വരയ്ക്കാൻ അറിയത്തുള്ള ആളുള്ള വിചാരം. ഞാൻ ഇതൊക്കെ വെളിയിൽ എടുക്കാതിരുന്ന വേറെ ഒന്നും കൊണ്ടും അല്ല, എനിക്കിങ്ങനെ ഒരു ജോലിയുടെ കാര്യമൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ വെളിയിൽ എടുക്കാതിരുന്നത്. പിന്നെ ഓർത്തു എല്ലാവരും ഇവിടെ അവളെ പുകഴ്ത്തി പറയുകയാണല്ലോ, അപ്പൊ എന്റെ കഴിവൊന്നും എനിക്ക് കാണിക്കണമല്ലോ, അതുകൊണ്ട് ഞാനത് വരച്ചോണ്ടിരിക്കാന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് ആദർശ് പറഞ്ഞു, ആണോ, എങ്കിൽ പിന്നെ അനാമികയുടെ കഴിവ് എനിക്കൊന്ന് കാണണമല്ലോ, കാണിക്കാൻ പറഞ്ഞു. ഡിസൈൻ നോക്കിയപ്പോ നല്ല അടിപൊളി ഡിസൈന്. പെട്ടെന്ന് വെച്ചാൽ അനാമിക നീയാണോ ഇത് വരച്ചത്? പിന്നല്ലാതെ വേറെ ആരും ഇത് വരയ്ക്കാനും, ഞാൻ വരച്ചോണ്ടിരുന്ന ആദർശേട്ടൻ കണ്ടതല്ലേ. ആണോ, ഇതൊക്കെ നിനക്ക് വരയ്ക്കാൻ അറിയുമായിരുന്നോ? എനിക്കിതൊക്കെ വരയ്ക്കാൻ അറിയുമായിരുന്നു, പക്ഷെ ഇവിടെ എല്ലാവരും എന്നെ മൈൻഡ് ചെയ്യുന്നില്ല, എന്നെ ശ്രദ്ധിക്കുന്നില്ല, എന്നോട് ഇതുവരെ ചോദിച്ചിട്ടുമില്ല. പിന്നെ ഞാൻ ചുമ്മാ വെറുതെ ഇരുന്നപ്പോ എന്റെ ആ ഒരു കഴിവ്, എന്റെ ഒരു വരയുടെ ആ ഒരു ഇതൊക്കെ ഞാൻ അങ്ങ് വെളിയിൽ എടുത്തതാണ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഈ ഡിസൈൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോഴത്തേക്ക് അവിടെ അനന്തമൂർത്തിയും വന്നിട്ട്, ആ കൊള്ളാലോ, അനാമിക മോൾക്ക് ഈ ഒരു കഴിവുണ്ടായിരുന്നെങ്കിൽ നേരത്തെ പറയത്തില്ലായിരുന്നോ, ഇപ്പൊ നയനയുടെ കൂടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിന്നെ വിടുവായിരുന്നുവല്ലോ എന്നിങ്ങനെ പറഞ്ഞു. ഇപ്പം പറഞ്ഞു, എനിക്ക് അങ്ങനെ ഹെൽപ്പിങ്ങിന്റെ കാര്യമൊന്നും ആവശ്യമില്ല, നയന വരയ്ക്കുന്നതിൽ നന്നായിട്ട് തന്നെയല്ലേ ഞാൻ ഈ വരച്ചു വെച്ചിരിക്കുന്നത്. അപ്പോഴത്തേക്കും അതെ നയനയുടെ ഒപ്പം വേണമെങ്കിൽ പറയാം, അതേപോലെ തന്നെയാ വരച്ചു വെച്ചിരിക്കുന്നത്, വേണമെങ്കിൽ ശ്രമിച്ചാൽ ഇതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് വരയ്ക്കാമല്ലോ. അപ്പൊ പിന്നെ നയനയുടെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ കുറച്ച് ഡിസൈൻസ് ഒക്കെ തരാം, ഒരു കാര്യം ചെയ്യാം, നയനയ്ക്ക് നിങ്ങൾ ഒരു തുക കൊടുക്കുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ എനിക്ക് തന്നൂടെ എന്നിങ്ങനെ ചോദിക്കാം. നയനി ഇതുവരെ പൈസ ഒന്നും മേടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ, ഇവർ അറിഞ്ഞായിട്ട് അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോഴത്തേക്കും അനന്തമൂർത്തി പറഞ്ഞു, മോൾക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ട്, മോളുടെ ഇത് ഞങ്ങളുടെ ഡിസൈൻസ് എന്റെ കയ്യിലും അവിടെ ഉള്ളവരുടെയൊക്കെ കയ്യിൽ പണിയിപ്പിക്കുന്നവരുടെ ആളുടെ ഒക്കെ കൈ കൊടുക്കാം, മാനേജറുടെ കയ്യിൽ, അങ്ങനെ കുറെ പേരൊക്കെ ഉണ്ടല്ലോ, അവരുടെ കൈ കൊടുക്കാം, ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒക്കെ നമുക്കിത് സെലക്ട് ചെയ്യാം. ഏതായാലും നയനിയും കുറച്ച് വരച്ചു വെച്ചിട്ടുണ്ട്, അപ്പൊ എല്ലാം കൂടെ നമുക്കൊന്ന് വെച്ച് നോക്കിയിട്ട് സെലക്ട് ചെയ്തെടുക്കാം എന്നിങ്ങനെ പറയാണ്. അങ്ങനെ അനാമിക ഇങ്ങനെ മിന്നിത്തിളങ്ങാലോ, ഓഹോ രക്ഷപ്പെട്ടല്ലോ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഏതായാലും ഈ കള്ളത്തരത്തിന് ഉടനെ ഒന്നും പിടി വീടില്ല. നമ്മുടെ നയനെ കുറച്ച് പൈസയൊക്കെ ഇങ്ങനെ അടിച്ചു മാറ്റുന്നുണ്ടെന്ന് പറഞ്ഞാല് നമ്മുടെ നയനയല്ല, സോറി, അനാമിക അടിച്ചു മാറ്റുന്നുണ്ട്. പേരെന്തെങ്കിലും ഇടയ്ക്ക് വല്ലതും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. നമ്മൾ ഈ പറയുന്നതിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ അനാമികയും നയനയും തമ്മിലുള്ള പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നുണ്ട്, കമന്റ്സും വരാറുണ്ട്. അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് തെറ്റിക്കുന്നതല്ല, നമ്മൾ അറിയാതെ പെട്ടെന്ന് പറഞ്ഞു പോകുമ്പോഴത്തേക്ക് തെറ്റ് സംഭവിക്കുന്നതാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പൊ ഏതായാലും
ആ ഒരു ഡിസൈൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് അവിടെ ജൂലിയേഴ്സിൽ. അങ്ങനെ ഇഷ്ടപ്പെടുകയും അനാമികയ്ക്ക് വീണ്ടും വരയ്ക്കുവാനുള്ള കുറേ എന്താ പറയുക, ഇനിയും ഡിസൈൻസ് വരയ്ക്കുവാനുള്ള ഓപ്പർച്യൂണിറ്റിയും കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിനൊക്കെ ഒരു വിരാമം കുറിക്കും. ഏതായാലും കള്ളത്തരം ഒത്തിരി നാൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഏതായാലും നമ്മുടെ നയന തന്നെ അതും കണ്ടുപിടിക്കും കേട്ടോ. അപ്പം ഇനിയിപ്പം നമുക്ക് നാളെ അടുത്ത വിശേഷവുമായിട്ട് വരാം. നമ്മുടെ അനാമികയുടെ ഓരോരോ പരാക്രമണങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അനന്തപുരി തറവാട്ടില്. അതുപോലെ തന്നെ നമ്മുടെ ദേവയാനിയും നയനിയും ഒന്നിച്ച കാര്യമൊന്നും അറിയാതെയാണ് ഈ പരാക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ഇടയിൽ ഞാൻ ഗർഭിണി എന്ന് പറഞ്ഞല്ലോ, നമ്മുടെ അനാമിക ഗർഭിണി അല്ല കേട്ടോ. കാരണം ഞാനിത് ആവർത്തിച്ച് പറയുന്ന, പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർ കേട്ടോട്ടെ എന്നോർത്ത് ഞാൻ പറയുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ അനാമിക ഗർഭിണി അല്ല, വെറുതെ കള്ളഗർഭം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ആ വീട്ടിൽ കടിച്ചു പിടിച്ച് നിൽക്കാൻ വേണ്ടി ഒരു നാടകം, വെറും ഒരു നാടകം മാത്രമാണ്. അതും ഉടനെ തന്നെ പൊളിയും. അതൊക്കെ കുറെ നാളിങ്ങനെ നീണ്ടുപോകും. നമ്മുടെ കഥയുടെ ഇതറിയാലോ, കുറച്ച് നാളിങ്ങനെ നീണ്ടുപോകും. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അനാമിക ഏതായാലും പ്രസവിക്കാൻ പോകുന്നില്ല. അപ്പൊ അതിനു മുമ്പായിട്ട് തന്നെ നമ്മുടെ നവ്യ തന്നെയാണ് അനാമികയുടെ ആ ഒരു കള്ളത്തരം കണ്ടുപിടിക്കുന്നത്. അപ്പൊ അത് ഞാൻ ഇടയ്ക്ക് നിങ്ങളോട് പറയുന്നതാണ്. ആരെങ്കിലും ആദ്യമായിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ അവര് ഓർക്കൂലോ പെട്ടെന്ന് ഇത് എന്താ അനാമിക ഗർഭിണി ആയതെന്നൊക്കെ. അപ്പൊ അതുകൊണ്ട് ഞാനങ്ങ് ഒന്ന് ക്ലിയർ ചെയ്ത് പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.